നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് മഹാത്മാഗാന്ധി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലെ കീർത്തി മന്ദിറിൽ കരംചന്ദ് ഗാന്ധി, പുത്തലിഭായ് എന്നിവരുടെ മകനായി കുട്ടിക്കാലത്ത് മോനിയ എന്ന വിളിപ്പേരുള്ള മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി ജനിച്ചു. 1883 വിവാഹിതനായ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് കസ്തൂർബ ഗാന്ധി. ബാല്യകാലത്ത് ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച നാടകമായിരുന്നു രാജാ ഹരിചന്ദ്ര. 1888 നിയമപഠനത്തിനായി ലണ്ടനിൽ പോയ ഗാന്ധിജി നിയമപഠനത്തിന് ശേഷം 1891 തിരിച്ചെത്തി. ജീവിതത്തിൽ ആദ്യമായി ഗാന്ധിജി പ്രസംഗിച്ച യോഗം 1891 ഫെബ്രുവരി 20 നടന്ന വെജിറ്റേറിയൻ സൊസൈറ്റിയുടെ യോഗമായിരുന്നു. ഇന്ത്യയിലെ രാജ്കോട്ട്, ബോംബെ എന്നിവിടങ്ങൾ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്ത ഗാന്ധിജി ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസ് വാദിക്കുന്നതിനു വേണ്ടി 1893 തൻ്റെ 24-ാം വയസ്സിൽ ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ ഗാന്ധിജിയെ ഇറക്കിവിട്ടത്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർ 1894 മാർച്ച് 22 രൂപം കൊടുത്ത സംഘടനയാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ഇതിൻ്റെ ആദ്യ പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ് ദാദാ അബ്ദുള്ള. 1896 ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലെയെ ആദ്യമായി കണ്ടുമുട്ടി. 1899 ബുവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഈ യുദ്ധത്തിൽ ഗാന്ധിജി നടത്തിയ സേവനങ്ങൾ പരിഗണിച്ച് 1915 അദ്ദേഹത്തിന് കൈസർ-ഇ-ഹിന്ദ് എന്ന ബഹുമതി ലഭിച്ചു. ജോഹന്നാസ്ബർഗിൽ 1903 ആദ്യത്തെ വക്കീൽ ആപ്പീസ് ആരംഭിച്ച ഗാന്ധിജി തൻ്റെ വാച്ചിനെ അഥവാ തൂക്ക് ഘടികാരത്തെ വിശേഷിപ്പിച്ചത് മൈ ലിറ്റിൽ ഡിക്റ്റേറ്റർ എന്നാണ്. 1904 ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച ആശ്രമമാണ് ഫീനിക്സ് സെറ്റിൽമെൻറ്റ്. ഇതേ വർഷം തന്നെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഇതിൻ്റെ ആദ്യ എഡിറ്ററാണ് മൻസുഖ്ലാൽ നാസർ. 1906 ബ്രഹ്മചര്യം ജീവിതവ്രതമായി സ്വീകരിച്ച ഗാന്ധിജി ഇതേ വർഷം തന്നെ ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെ തൻ്റെ ആദ്യ സത്യാഗ്രഹം അനുഷ്ഠിച്ചു. ഗാന്ധിജി തൻ്റെ ആദ്യ ജയിൽവാസം അനുഭവിച്ചത് 1908 ജോഹന്നാസ്ബർഗിലാണ്. മാത്രമല്ല 1910 ജോഹന്നാസ്ബർഗിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമമാണ് ടോൾസ്റ്റോയ് ഫാം. 1914 ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ആംബുലൻസ് സംഘം രൂപീകരിച്ച ശേഷം 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 അന്തർദേശീയ അഹിംസാ ദിനമായും ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിനം ജനുവരി 9 ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിനമായും ആചരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വർഷം രാജ്യം ചുറ്റി സഞ്ചരിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 1915 കൊച്ചറാബ് എന്ന സ്ഥലത്ത് സ്ഥാപിച്ച ആശ്രമം 1917 സബർമതി നദിക്കരയിലുള്ള സ്ഥലത്തേക്ക് ഗാന്ധിജി മാറ്റി സ്ഥാപിച്ചു. സബർമതി ആശ്രമം സ്ഥാപിച്ചിരിക്കുന്നത് അഹമ്മദാബാദിലാണ്. 1919 ഇന്ത്യയിൽ വെച്ച് ഗാന്ധിജി ആരംഭിച്ച 2 പ്രമുഖ പത്രങ്ങളാണ് ഗുജറാത്തി ഭാഷയിൽ നവജീവനും ഇംഗ്ലീഷിൽ യങ് ഇന്ത്യയും. യങ് ഇന്ത്യയുടെ എഡിറ്ററായി പ്രവർത്തിച്ച മലയാളിയാണ് ജോർജ് ജോസഫ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ ഇവയൊക്കെയാണ്. ഗാന്ധിജിയുടെ സമരരീതിയും ആശയങ്ങളും പരിചയപ്പെടാൻ സാധാരണക്കാർക്ക് കഴിഞ്ഞു. ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാർ എത്തി. ഗ്രാമപ്രദേശത്തേക്ക് ദേശീയ പ്രസ്ഥാനം വ്യാപിച്ചു. ഗാന്ധിജി എല്ലാ വിഭാഗം ജനങ്ങളുടെയും നേതാവായി. 1920 ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ അധ്യക്ഷനായി ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ടു. 1922 ഗാന്ധിജിയെ 6 വർഷത്തെ തടവിനെ ശിക്ഷിച്ച ജഡ്ജി ബ്രൂം ഫീൽഡാണ്. 1924 ബെൽഗാം INC സമ്മേളനത്തിന് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗാന്ധിജിയാണ്. 1925 ഗാന്ധിജി ഓൾ ഇന്ത്യ സ്പിന്നേഴ്സ് അസോസിയേഷൻ, ചർക്ക സംഘം എന്നിവ സ്ഥാപിച്ചു. 1928 നടന്ന കൊൽക്കത്ത സമ്മേളനത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പരാജയത്തിന് ശേഷം
സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ച ഗാന്ധിജി വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നത് 1929 അഹമ്മദാബാദിൽ നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ച ഗാന്ധിജിയെ 1930 ടൈം മാസിക മാൻ ഓഫ് ദി ഇയർ ആയി പ്രഖ്യാപിച്ചു. സിവിൽ നിയമലംഘന സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വച്ച ആശയങ്ങൾ ഇവയൊക്കെയാണ്. ഉപ്പു നികുതി എടുത്തു കളയുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. രണ്ടാം വട്ടമേശ സമ്മേളനമായിരുന്നു ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം. ഐത്തോച്ചാടനം ലക്ഷ്യം വച്ച് 1932 ഗാന്ധിജി ആരംഭിച്ച സംഘടനയാണ് ഹരിജൻ സേവക് സംഘ്, ഓൾ ഇന്ത്യ അൺടച്ചബിലിറ്റി ലീഗ്. ഇതിൻ്റെ ആസ്ഥാനമാണ് ഡൽഹി. 1933 ഗാന്ധിജി ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണമാണ് ഹരിജൻ. 1934 ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു. 1936 മഹാരാഷ്ട്രയിലെ വാർധയിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം സേവാഗ്രാമും 1937 അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി വാർധാ പദ്ധതിയുമാണ്. ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വിദ്യാഭ്യാസം നൽകണം എന്ന ഉദ്ദേശത്തോടെ ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലീം, നൂതന വിദ്യാഭ്യാസം. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകണമെന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയായ ഗാന്ധിജി തന്നെയാണ് ഗ്രാമസ്വരാജ് എന്ന ആശയവും മുന്നോട്ട് വച്ചത്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ച ഗാന്ധിജിയാണ് തൻ്റെ സാമ്പത്തിക ദർശനങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ഗ്രാമമാണെന്ന് പറഞ്ഞത്. അത് എൻ്റെ അമ്മയാണ് എന്ന് ഭഗവത്ഗീതയെ വിശേഷിപ്പിച്ച ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിൻ്റെ അധികാര രേഖയായ സ്മൃതി എന്നും ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നും വിശേഷിപ്പിച്ചു. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയും രാഷ്ട്രീയ ഗുരു ഗോഖലെയും രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റുവും ആത്മീയ പിൻഗാമി വിനോദ ഭാവെയും മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാലാചാരിയുമാണ്. ഗാന്ധിജി തൻ്റെ സാമ്പത്തിക ശാസ്ത്രാശയങ്ങൾ വിശദീകരിച്ച പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. ഗാന്ധിജി മുന്നോട്ട് വച്ച സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ ഇവയൊക്കെയാണ്: കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തതയും സ്വയാശ്രയവുമാണ് പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. സമ്പദ് ശാസ്ത്ര രംഗത്തെ പുതിയ ചിന്തയായ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ ഗാന്ധിജിയുടെ ആശയം അറിയപ്പെടുന്നത് ട്രസ്റ്റിഷിപ്പ് എന്നാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ്: നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം, കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്, സർക്കാർ ജീവനക്കാർ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം, പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവയ്ക്കാൻ വിസമ്മതിക്കണം, സ്വതന്ത്ര പ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം. 1942 ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചിരുന്ന പൂനെയിലെ ജയിലാണ് ആഗാഖാൻ കൊട്ടാരം. ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ചിരുന്ന ഈ ജയിലിൽ അദ്ദേഹം കഴിഞ്ഞത് 2081 ദിവസവും ദക്ഷിണാഫ്രിക്കയിലെ ജയിലിൽ കഴിഞ്ഞത് 249 ദിവസവുമാണ്. ആകെ 2338 ദിവസത്തെ ജയിൽവാസം. 1944 ഫെബ്രുവരി 22 ആഗാഖാൻ കൊട്ടാരത്തിൽ വച്ച് കസ്തൂർബ ഗാന്ധി അന്തരിച്ചു. ഇന്ത്യ ഗവൺമെൻറ് കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമായ ഏപ്രിൽ 11 മാതൃസുരക്ഷാ ദിനമായി പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ ഗ്രാമീണ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 1945 മധ്യപ്രദേശിലെ ഇൻഡോറിൽ കസ്തൂർബ ഗ്രാമം ആസ്ഥാനമായി രൂപീകരിച്ച ട്രസ്റ്റാണ് കസ്തൂർബ ഗാന്ധി നാഷണൽ മെമ്മോറിയൽ ട്രസ്റ്റ്. ഇന്ത്യ വിഭജനത്തെ ആധ്യാത്മ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച ഗാന്ധിജി തൻ്റെ രണ്ടാം കേരള സന്ദർശനത്തിലാണ് ശ്രീനാരായണ ഗുരുവിനെയും റാണി സേതുലക്ഷ്മി ഭായിയെയും കണ്ടുമുട്ടിയത്. ഗാന്ധിജിയുടെ 4ാം കേരള സന്ദർശന സമയത്ത് വടകരയിൽ വെച്ച് ഹരിജനങ്ങളുടെ ഉയർച്ചയ്ക്കായി തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഊരി നൽകിയത് കൗമുദി ടീച്ചറാണ്.
ഗാന്ധിജി തൻ്റെ 5ാം കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്നാണ് വിശേഷിപ്പിച്ചത്. ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങൾ ഇവയൊക്കെയാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചാരണാർത്ഥം 1920 ഓഗസ്റ്റ് 18-ലും വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണാൻ 1925 മാർച്ച് 8-നും തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായി 1927 ഒക്ടോബർ 9-നും ഹരിജൻ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് 1934 ജനുവരി 10-നും ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ 1937 ജനുവരി 12-നും തൻ്റെ 5ാമത്തെ പുത്രൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച വ്യക്തി ജംനലാൽ ബജാജും ഗാന്ധിജിയുടെ ശേഷിയുള്ള 2 കരങ്ങൾ എന്നറിയപ്പെടുന്നത് അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി എന്നിവരാണ്. ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ അറിയപ്പെടുന്നത് മെഡലിൻ സ്ലൈഡിൻ എന്ന മീരാബെന്നും കാതറിൻ മേരി ഹെയിൽമാൻ എന്ന സരളാബെന്നുമാണ്. 1948 ജനുവരി 30-ന് ഡൽഹിയിലെ ബിർള ഹൗസിൽ നടന്ന പ്രാർത്ഥനായോഗത്തിൽ വച്ച് വൈകുന്നേരം 5:17-ന് ഇറ്റാലിയൻ നിർമ്മിത ബെറിറ്റ പിസ്റ്റൾ ഉപയോഗിച്ച് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന ഘാതകനാൽ ഗാന്ധിജി വെടിയേറ്റു മരിച്ചു. അവസാനമായി അദ്ദേഹം ഉച്ചരിച്ച വാക്ക് ഹേ റാം എന്നാണ്. നാഥുറാമിനെ തൂക്കിലേറ്റിയ ജയിൽ പഞ്ചാബിലെ അംബാല ജയിലാണ്. നാഥുറാമിനോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട വ്യക്തിയാണ് നാരായൺ ദത്താത്രേയ ആപ്തെ. മരണദിവസം ഗാന്ധിജിയെ സന്ദർശിച്ച പ്രമുഖ രാഷ്ട്രീയ നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഗാന്ധിജിയുടെ സമാധിസ്ഥലം രാജ്ഘട്ടും ഗാന്ധിജിയുടെ വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ കപൂർ കമ്മീഷനുമാണ്. രക്തമാംസാദികൾ ഇങ്ങനെ ഒരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് ഒരു പക്ഷേ വരും തലമുറകൾ വിശ്വസിച്ചെന്ന് വരില്ല എന്ന് ഗാന്ധിജിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഐൻസ്റ്റീനാണ്. ഗാന്ധിജിയുടെ മരണവാർത്തയറിഞ്ഞ് കൂടുതൽ നല്ലതാവുന്നത് നന്നല്ല എന്ന് പറഞ്ഞത് ബെർണാഡ് ഷായും നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവുമാണ്. ഗാന്ധിജിയുടെ ഇഷ്ടപ്പെട്ട പ്രാർത്ഥനാഗീതം ഭഗവത് നരസിംഹ മേത്ത രചിച്ച വൈഷ്ണവ ജനതോ എന്ന ഗീതമാണ്. ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക, പ്രയത്നശീലർ ഒരിക്കലും അശക്തരാവുകയില്ല, ഇന്ത്യക്കാവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കുകയല്ല, 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ്. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിനു മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക. ഇതെല്ലാം ഗാന്ധിജിയുടെ വാക്കുകളാണ്. ഗാന്ധിജി യേശുക്രിസ്തുവിനെ സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്നും സുഭാഷ് ചന്ദ്രബോസിനെ ദേശസ്നേഹികളുടെ രാജകുമാരൻ നേതാജി എന്നും ഗോപാലകൃഷ്ണ ഗോഖലെയെ ഗംഗയെപ്പോലെ എന്നും രവീന്ദ്രനാഥ് ടാഗോറിനെ ഗുരുദേവ് മഹാനായ കാവൽക്കാരൻ എന്നും ബാലഗംഗാധര തിലകിനെ സമുദ്രം പോലെ എന്നും CF ആൻഡ്രൂസിനെ ക്രിസ്തുവിൻ്റെ വിശ്വസ്തനായ അപ്പോസ്തലൻ എന്നും അയ്യങ്കാളിയെ പുലയ രാജ എന്നും സരോജിനി നായിഡുവിനെ ഭാരത കോകിലം എന്നും ബാബ ആംതെയെ അഭയ് സാധക് എന്നിങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. രവീന്ദ്രനാഥ് ടാഗോർ ഗാന്ധിജിയെ മഹാത്മാ എന്നും സുഭാഷ് ചന്ദ്രബോസ് രാഷ്ട്രപിതാവെന്നും സരോജിനി നായിഡു മിക്കി മൗസ് എന്നും വിൻസ്റ്റൺ ചർച്ചിൽ അർദ്ധനഗ്നനായ ഫക്കീർ എന്നും മൗണ്ട് ബാറ്റൻ പ്രഭു എൻ്റെ ഒറ്റയാൾ പട്ടാളം എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പ്രഖ്യാപിച്ച വർഷം 2007 ഗാന്ധിജിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 1969 ഒക്ടോബർ 2 നിലവിൽ വന്ന സന്നദ്ധ സേവന പ്രസ്ഥാനം നാഷണൽ സർവീസ് സ്കീമും ആണ്. ഗാന്ധിജിയുടെ 125ാം ജന്മവാർഷികത്തിൽ ഭാരത സർക്കാർ ആരംഭിച്ച ഗാന്ധി സമാധാന പുരസ്കാരം 1995 ആദ്യമായി ഏറ്റുവാങ്ങിയത് ജൂലിയസ് നരേര ആണ്. ആദ്യ ഇന്ത്യക്കാരൻ ബാബ ആംതെ, വർഷം 1999. ഗാന്ധിജിയുടെ സന്ദർശനത്തിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് 2021 മാർച്ച് 23-ന് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. 5 പ്രാവശ്യം നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഗാന്ധിജി. ആദ്യമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം 1937 അവസാനത്തേത് 1948 ഗാന്ധിവധത്തെ തുടർന്ന് സമാധാന നൊബേൽ സമ്മാനം വിതരണം ചെയ്യാതിരുന്ന വർഷമാണ് 1948. ഗാന്ധിജിയുടെ ആത്മകഥ 1927
യർവാദ ജയിലിൽ വച്ച് ഗുജറാത്തി ഭാഷയിൽ രചിച്ച എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആണ്. 1869 മുതൽ 1921 വരെയുള്ള കാലഘട്ടം വിവരിക്കുന്ന ഇതിൻ്റെ ഗുജറാത്തി പേര് സത്യാന പ്രയോഗോ എന്നാണ്. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് മഹാദേവ് ദേശായിയും ഇതിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളി GP പിള്ളയുമാണ്. ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റ് റൊമൈൻ റോളണ്ടും ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുമാണ്. ഗാന്ധിജിയുടെ ആദ്യ കൃതി 1909 ഗുജറാത്തി ഭാഷയിൽ രചിക്കപ്പെട്ട ഹിന്ദ് സ്വരാജ് ആണ്. ഇതിനെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ശേഷം ഗാന്ധിജി നൽകിയ പേരാണ് ഇന്ത്യൻ ഹോം റൂൾ. മറ്റു കൃതികൾ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്, എത്തിക്കൽ റിലീജിയൻ, സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക, ഡിസ്കോഴ്സസ് ഓൺ ദ ഗീത. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനം അനാസക്തി യോഗയും ഗാന്ധിജിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ചിത്രകഥ ശ്രാവണ പിതൃഭക്തി നാടകയുമാണ്. ജോൺ റസ്കിൻ്റെ ഓൺ ടു ദ ലാസ്റ്റ് എന്ന പുസ്തകം ഗുജറാത്തി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത ശേഷം ഗാന്ധിജി നൽകിയ പേര് സർവോദയ എന്നും ഒരു അഴുക്കുചാൽ പരിശോധിക്കയുടെ റിപ്പോർട്ട് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച പുസ്തകം കാതറിൻ മേയോയുടെ മദർ ഇന്ത്യയുമാണ്. 1889 മാഡം ബ്ലാസ്വസ്കി പ്രസിദ്ധീകരിച്ച ദ കീ ഓഫ് ദ തിയോസഫി എന്ന പുസ്തകം വായിച്ചാണ് ഗാന്ധിജി തിയോസഫിക്കൽ സൊസൈറ്റിയിൽ ആകൃഷ്ടനായത്. ഗാന്ധിജി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച എഴുത്തുകാരൻ ലിയോ ടോൾസ്റ്റോയിയാണ്. ഗാന്ധിജിയെ സ്വാധീനിച്ച പുസ്തകങ്ങൾ ജോൺ റസ്കിൻ്റെ ഓൺ ടു ദ ലാസ്റ്റും ലിയോ ടോൾസ്റ്റോയിയുടെ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു, ഹെൻറി ഡേവിഡ് തോറായുടെ സിവിൽ ഡിസ്ഒബീഡിയൻസും ആണ്. ഗാന്ധിജിയും മകനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി വിശദമായി പ്രതിപാദിക്കുന്ന ജീവചരിത്രം ഗാന്ധിസ് പ്രിസണർ എഴുതിയത് ഉമാ ദുഫേലിയ മെസ്ട്രിയാണ്. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിതയാണ് എൻ്റെ ഗുരുദേവൻ. മഹാത്മാഗാന്ധി ആസ് എ സ്റ്റുഡൻറ് എന്ന പുസ്തകം രചിച്ചത് JM ഉപാധ്യായും ഗാന്ധി ആൻഡ് ഇലിസ്ട്രേറ്റഡ് ബയോഗ്രഫി പ്രമോദ് കപൂറും വെയിറ്റിംഗ് ഫോർ ദ മഹാത്മാ RK നാരായണനും ദ മെൻ ഹൂ കിൽഡ് മഹാത്മാഗാന്ധി മനോഹർ മൽഗോക്കറും ഇൻ സെർച്ച് ഓഫ് ഗാന്ധി റിച്ചാർഡ് ആറ്റൻ ബെറോയും ഗാന്ധി ആൻഡ് സ്റ്റാലിൻ ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എ വീക്ക് വിത്ത് ഗാന്ധി എന്നിവ ലൂയിസ് ഫിഷറും അറ്റ് ദ ഫീറ്റ് ഓഫ് ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ഡേ ടു ഡേ വിത്ത് ഗാന്ധി മഹാദേവ് ദേശായിയും ഗാന്ധി ആൻഡ് അനാർക്കി C ശങ്കരൻ നായരും ഐ ഫോളോ മഹാത്മാ KM മുൻഷിയും ഗാന്ധി ഹിസ് ലൈഫ് ആൻഡ് തോട്ട് JB കൃപലാനിയും ഗാന്ധി ആസ് ഐ നോ ഹിം ഇന്ദുലാൽ യാഗ്നിക്കും മഹാത്മാ ലൈഫ് ഓഫ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി DG ടെണ്ടുൽക്കറും ഇൻ ദ ഷാഡോ ഓഫ് ദ മഹാത്മാ JD ബിർളയും ഗാന്ധി ദ ഇയർ ദാറ്റ് ചേഞ്ച്ഡ് ദ വേൾഡ് രാമചന്ദ്ര ഗുഹയും മഹാത്മാഗാന്ധി ലാസ്റ്റ് ഫേസ് പ്യാരേലാൽ നയ്യാറും ഗ്രേറ്റ് സോൾ മഹാത്മാഗാന്ധി ആൻഡ് ഹിസ് സ്ട്രഗിൾ വിത്ത് ഇന്ത്യ ജോസഫ് ലെലി വെൽഡുമാണ്. അപര ഗാന്ധിമാർ ഇവരൊക്കെയാണ്: അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, ഇന്തോനേഷ്യൻ ഗാന്ധി അഹമ്മദ് സുക്കാർണോ, കെനിയൻ ഗാന്ധി ജോമോ കെനിയാത്ത, ശ്രീലങ്കൻ ഗാന്ധി MT അരിയരത്ന, ബാൾക്കൻ ഗാന്ധി കൊസോവ ഗാന്ധി ഇബ്രാഹിം റുഗേവ, ആഫ്രിക്കൻ ഗാന്ധി കെന്നത്ത് കൗണ്ട, സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി നെൽസൺ മണ്ടേല, ജർമ്മൻ ഗാന്ധി ജെറാഡ് ഫിഷർ, ബൊളീവിയൻ ഗാന്ധി ലാറ്റിൻ അമേരിക്കൻ ഗാന്ധി സൈമൺ ബൊളിവർ, ജപ്പാൻ ഗാന്ധി കഗേവ, ഖാന ഗാന്ധി ക്യോമി എൻക്രൂമ, അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ, ബർദോളി ഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ, ആധുനിക ഗാന്ധി ബാർബ ആന്തെ, ഡൽഹി ഗാന്ധി നെയ്യാറ്റിങ്കര കൃഷ്ണൻ നായർ, മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ, കേരള ഗാന്ധി K കേളപ്പൻ, ഉത്തർപ്രദേശ് ഗാന്ധി പുരുഷോത്തം ദാസ് ഖണ്ഡൻ, യങ് ഗാന്ധി ഹരിലാൽ ഗാന്ധി, അഭിനവ ഗാന്ധി അണ്ണാ ഹസാരെ, ടാൻസാനിയൻ ഗാന്ധി ജൂലിയസ് നരേരെ, വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധി ലാറി ബേക്കർ. ഗാന്ധി സിനിമ. സംവിധാനം നിർമ്മാണം റിച്ചാർഡ് ആറ്റൻ ബെറോ, തിരക്കഥാകൃത്ത് ജോൺ ബ്രിലി, ഛായാഗ്രഹണം ബില്ലി വില്യംസ്, റോണി ടെയ്ലർ, സംഗീതം രവിശങ്കർ, ജോർജ് ഫെൻറ്റൺ,
വർഷം 1982. അഭിനേതാക്കൾ ബെൻ കിങ്സ്ലി ഗാന്ധിജി, രോഹിണി ഘട്ടംഗഡി കസ്തൂർബ ഗാന്ധി, റോഷൻ സെയ്ദ് ജവഹർലാൽ നെഹ്റു, അലിക് പദംസി മുഹമ്മദ് അലി ജിന്ന. ഭാഷ ഇംഗ്ലീഷ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.